ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു. ഇതെന്താ സംഭവം? ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിന്നോ? ഓട്ടോമാറ്റിക്കാ? എങ്ങനെയാണ്? അതിന്റെ മുന്നിൽ വേസ്റ്റ് കാണിച്ചെടുത്താല് ഉള്ളിക്ക് ഇടാം. ഇത് ഓപ്പൺ ആവും ഓട്ടോമാറ്റിക് ആയിട്ട്. നിങ്ങൾ കണ്ടുപിടിച്ചോ? ആരതാ? ഇതാരതാ? ടീമാ ആണ്? 5 ആൾക്കാർ ടീമാ? നിങ്ങളെ കണ്ടെത്തൽ എന്താ? ഒന്ന് കാണിച്ച. എന്താണ് നിങ്ങളെ പ്രൊജക്ട്? റെയിൻ ഡിറ്റക്ടിങ്. അപ്പൊ സിമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പോഴേ അതൊന്നുകൂടെ മനസ്സിലാവുള്ളൂ. ഇവരെന്താ കണ്ടത് നമുക്ക് അറിയണല്ലോ. എങ്ങനെയാണ്? അതായത് ഇതൊരു വീട്. വീട്. എന്നിട്ട് അത് സെൻസർ. വീടിന്റെ മുകളിൽ ഒരു സെൻസർ ഉണ്ട്. ഇത് നമ്മൾ നാടൻ തോരയിടണ സാധനം. ഡ്രസ്സൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ മഴ ചെയ്താൽ എന്ത് സംഭവിക്കും? മഴ പെയ്യുന്നു, വെള്ളം അതായത് അയലുള്ളിലേക്ക് പോകും. നല്ല വീട്ടിൽ ആരുമില്ല, അഥവാ ഇനിയിപ്പോ ആൾക്കാർ അത് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഷെൽട്ടർ സാധാരണ നല്ല കണ്ടുപിടുത്തട്ടോ. അടിപൊളി. നല്ലൊരു കൈയ്യടി പ്രേക്ഷകർ വഴി കൊടുക്കണം. അടിപൊളി. ഇതെന്താ സംഭവം? ടച്ച് സെൻസർ. ഒന്ന് കാണിക്കുക എങ്ങനെയാണെന്നുള്ളത്. വീട്ടിക്ക് കള്ളന്മാര് വരുമ്പോ ഡോർമ പൊടിക്കും. അപ്പൊ സൗണ്ട് കേൾക്കും. കള്ളന് ഇനി ഇടങ്ങാറാവും അല്ലേ? ആ വീട്ടിൽ കള്ളം വരൂല. നിങ്ങൾ കണ്ടെത്തിയതാ? മിടുക്കര്. ഇതൊക്കെ നിങ്ങള് ഇവൻ പേരെന്താ? റജബ് ഉണ്ടാക്കിയ സംഭവം ഒന്ന് വിശദീകരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഉപയോഗം? ഞാൻ ഫസ്റ്റ് ആലോചിച്ചു, ഈ കണ്ണ് കാണാത്തവര് നടക്കുമ്പോ അവിടെ ഇവിടെ തട്ടി വീകുണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കി PVC പൈപ്പില് ബ്രെഡ് ബോർഡൊക്കെ വെച്ചാണ്. പിന്നെ ഉണ്ടാക്കി ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആക്കാൻ വിചാരിച്ചു. അങ്ങനെ പ്രൊഡക്റ്റ് ആക്കി ഉണ്ടാക്കിയപ്പോ ഇങ്ങനെ ആക്കി ഞാൻ 3D പ്രിന്റർ കൊണ്ട് ഇങ്ങനെ ചെയ്സൊക്കെ ഉണ്ടാക്കി ഫിറ്റ് ചെയ്തു. ഇത് ഉപയോഗം പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഓണാക്കുക, വൈബ്രേഷൻ നടന്നു. അപ്പൊ കാഴ്ചയില്ലാത്ത നടക്കുമ്പോ കാഴ്ചയില്ലാതെ ഇങ്ങനെ നടക്കുമ്പോ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇപ്പൊ ഇവിടെ വരികയാണെങ്കിൽ ബസർ നോട്ടെ ഇങ്ങനെ പിടിച്ചാ മതി. ഞാൻ അങ്ങനെ പോകുന്നു. അതെ. ഇപ്പൊ ഇത് ഒരു ഇളക്കം വന്നു. ഇങ്ങനെ പോട്ടെ. അതാ ഇളക്കം വന്നു. ഓർഡർ കിട്ടിയാൽ കച്ചവടം ചെയ്യോ? നീ റെഡിയാ? എത്രാം ക്ലാസ്സിലാ നീ? 5ാം ക്ലാസ്സുകാരന്റെ ഭയങ്കര കണ്ടുപിടുത്തട്ടോ. നിങ്ങള് കുറച്ച് സംഭവങ്ങൾ കണ്ടല്ലോ. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളുടെ കഴിവാണ്. പ്രത്യേകിച്ച് റോബോട്ടുകൾ, AI, പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരുടെ ബ്രെയിൻ നമ്മളെക്കാൾ എത്രയോ ഫാസ്റ്റാണ് കുട്ടികൾ. അപ്പോൾ ഞാനുള്ളത് കോട്ടക്കൽ ഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുകയാണ്. എക്സിബിഷൻ കുട്ടികൾ തന്നെ, അതായത് ടെക് അസിസ്റ്റ എന്ന സ്ഥാപനം ഇവിടുത്തെ കുട്ടികൾക്ക് റോബോട്ടിങ്ങും അതേപോലെ തന്നെ AI സംബന്ധിച്ചുള്ള ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ സ്റ്റുഡൻസ് കണ്ടെത്തി അവരുടെ പ്രൊജക്റ്റുകളുടെ ഒരു എക്സിബിഷനാണ് നടക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇത് ഓട്ടോമാറ്റിക് വാട്ടർ ടാപ്പ്. കൈ വേദന ഉള്ളവർക്കൊക്കെ ഇത് കൈയിട്ട് ഓട്ടോമാറ്റിക് വെള്ളം വരും. പറഞ്ഞ മോനെ, ഇത് ബ്ലൈൻഡ് സ്റ്റിക്കാണ്. ഇവരൊരു ടീം കേട്ടോ. വലിയൊരു കണ്ടുപിടുത്താ. ഭൂകമ്പം ഉണ്ടാവുമ്പോ സ്വാഭാവികമായിട്ടും മണ്ണൊക്കെ വന്ന് പാറൊക്കെ വന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവരൊരു റോബോട്ട് ഒരു വാഹനം കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാഹനം എങ്ങനെയാണ് പറഞ്ഞത്? വാഹനം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മൂവ് ആവും. അപ്പൊ ഈ സ്ഥലത്തിലൂടെ നമുക്ക് അവിടെ പോയി റെസ്ക്യൂ നടത്താൻ പറ്റില്ല. ആൾക്കാരെ റെസ്ക്യൂവിനുള്ള ഒരു വാഹനമാണ് അത്രേ. നമുക്ക് പൊതുവെ ബ്ലോക്ക് വന്നാകെ പ്രശ്നമാണ്. അങ്ങനെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റൂലല്ലോ. അപ്പൊ ഇതിലൊരു പ്രയാസം വരൂല. നല്ല സേഫ് ആണ്. അങ്ങനെ ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായി റെയിൻ സെൻസ് ചെയ്തുകൊണ്ട് വൈപ്പർ ആണ്. അതായത് ഇതൊരു വാഹനമാണ്. അതിന്റെ വൈപ്പർ മഴ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന എങ്ങനെ കാണിച്ചേ? അത് കാണണല്ലോ നമുക്ക്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലാന്റിന് വാട്ടർ ചെയ്യുന്ന സംഭവമാണ്. ഇത് ഇവര് എന്താ മോനെ? ഇത് ഒബ്സ്റ്റിക്കൽ അവോയ്ഡിങ് റോബോട്ട്. അതായത് ഒബ്സ്റ്റിക്കൽ അവോയ്ഡ് റോബോട്ട് പറഞ്ഞു കഴിഞ്ഞാല് വാഹനം പോകുമ്പോ മുന്നിൽ എന്തേ തടസ്സം മാറ്റി പോകും. ഓട്ടോമാറ്റിക് ടോൾ ഗേറ്റ് സിസ്റ്റം. ഓക്കെ ഷുഹൈൽ ബ്രോ, അടിപൊളി. താങ്ക് യു. ടെക് അസിസ്റ്റഡ് സ്റ്റുഡൻസ് ആണ് അല്ലേ ഇവിടെ ഉള്ളത്? നിങ്ങൾ എന്താ ഒന്ന് പറയാം, എന്തൊക്കെയാണ്? എൻ്റെ പേര് സുഹൈൽ എന്നാണ്. ഞാൻ ടെക് അസിസ്റ്റയുടെ നിലവിലെ മാനേജറാണ്. ഞങ്ങൾ നിലവിൽ 3ാം ക്ലാസ് മുതൽ ഹൈസ്കൂൾ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ്, AI, കോഡിംഗ് ഉൾപ്പെടുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിലവിൽ 4 ജില്ലകൾ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, 4 ജില്ലകളിലായിട്ട് വിവിധ സ്കൂളുകളിൽ നമ്മൾ ഈ കോഴ്സുകൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു അവസാന സമയത്ത് അവരുടെ സ്കില്ലും കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ കോട്ടക്കൽ ഫാറൂഖ് സ്കൂള് ഞങ്ങൾ 3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളാണ്. അവിടെ തന്നെ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. അവിടെ കഴിവാണ് ഇപ്പൊ നിലവിൽ നിങ്ങൾ ഇവിടെ നല്ല അടിപൊളിയായിട്ടാ ഉഷാറ്. കുട്ടികള് അപാര കഴിവ് തന്നെയാണ് അല്ലേ? നിങ്ങൾ ട്രെയിനിങ് കൊടുക്കും? നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് അവർക്ക് കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്ന എന്നേ ഉള്ളൂ. പിന്നെ അതിന്റെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികളെ അതിൽ റിസർച്ച് ചെയ്തിട്ട് പല രൂപത്തിലുള്ള പ്രൊജക്ടുകളെ അവർ കൊണ്ടുവരിക. അടിപൊളി. ഇതിൽ സന്തോഷം താറോ ഫാറൂഖ് ഹൈസ്കൂളിന്റെ HM പ്രിൻസിപ്പൽ സലാം സാറിന്റെ സുഹൃത്തും കൂടെയാണ്. എന്ത് തോന്നുന്നു ഈ ടെക് അസിസ്റ്റ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടല്ലേ? ഏകദേശം 3 വർഷമായിട്ട് ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ കുട്ടികൾ നന്നായിട്ട് ഗംഭീരമായിട്ട് ഇപ്രാവശ്യം പെർഫോം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും മികച്ച പ്രകടനമാണ് കുട്ടികൾക്കുള്ളത്. ഒരു വണ്ടി വണ്ടി മുന്നിക്ക് വരണേ. നമുക്കറിയാം ആരോ വണ്ടിയിൽ വന്നിട്ടുണ്ട്. സ്കാൻ ചെയ്യാൻ എങ്ങനെ വെച്ചാൽ മതിയാ? ഓ തുറന്നു. വേറൊരു മിടുക്കികള്. എന്തത് സാധനം? സ്മാർട്ട് സിറ്റി. അങ്ങനെ പോകുമ്പോ ഇതെന്തൊരു സംഭവം ഉണ്ടല്ലോ. ഇതെന്താണ്? ഇത് മെഡിസിൻ റിമൈൻഡർ ആണ്. മരുന്ന് കഴിക്കാൻ മറന്നാല് മറന്ന ഇതിലൊരു അലാറുണ്ടാവും. അലാറുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നത് ടെക് അസിസ്റ്റയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങളെ കമ്പനി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് കോഴ്സുകൾക്ക്, റോബോട്ടിക്സ് AI റിലേറ്റഡ് കോഴ്സുകൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ വേണം എങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ടെക് അസിസ്റ്റ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നതാണ്.